ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൻട്രേഡ. ഗോൾഡിൻ്റെ സ്കാൽപ്പിങ്ങിൻ്റെ പെർഫോമൻസ് ആണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സ് ട്രേഡിലൂടെ ഇന്ന് കിട്ടിയ പെർഫോമൻസ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 27th ജനുവരി ആണ്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നും പോകണമെങ്കിൽ ഒരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. 2 പ്രാവശ്യം ഡൗൺ നല്ല രീതിക്ക് ഇറങ്ങിപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ബൈ ആണ്. ബൈ അപ്രോക്സിമേറ്റ് 10 പോയിന്റ് കയറി നിൽപ്പുണ്ട്. 2754 വന്ന ബൈ ആണ്. അതിപ്പം 2 ടാർഗറ്റ് അടിച്ച് മാർക്കറ്റ് ഇപ്പോഴും ബൈ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽസ് വന്നതും ബ്രേക്കൗട്ട് പോലും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അഥവാ ഒരു സിഗ്നൽ റിവേഴ്സ് പോലും കറക്റ്റായിട്ട് അവിടെ ഇൻഡിക്കേഷൻ കാണിച്ചു. ഇതിന് മുമ്പ് വന്ന ബൈ കൺഫേം ആയിരുന്നു, പക്ഷേ അവിടെ നിന്ന് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേഷനായിട്ട് അവിടെ എക്സ്ട്രാ കളർ സഹിതം കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുമുണ്ട്. അപ്പം സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എൻട്രി എക്സിറ്റും കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് റിവേഴ്സുമുള്ള ചാൻസും കൂടുതലാണ്. പക്ഷേ ഏതൊക്കെ സിഗ്നൽ പിക്ക് ചെയ്യാം, ഇതിനകത്ത് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കൂടുതൽ ഫോറക്സിന് നമ്മൾ 31 or 4 ആണ് ടൈം ഫ്രെയിം നല്ലത്. പക്ഷേ ചെറിയ ട്രേഡുകൾ നമ്മൾ 5 മിനിറ്റ്സിലും 15 മിനിറ്റ്സിലും നമുക്ക് എടുക്കാൻ പറ്റും. കൂടുതലും വെക്കേണ്ട 31 or 4 ആണ് നല്ല ടൈം ഫ്രെയിംസ് വരുന്നത്. പക്ഷേ നമുക്ക് ചെറിയ ട്രേഡ് ഇപ്പോൾ 1 അവറും കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ്സ് നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി 5 മിനിറ്റ്സിലും കൂടെ നോക്കി നമുക്ക് പെട്ടെന്ന് എൻട്രി കിട്ടുകയും ചെയ്യും. നമുക്ക് അതേപോലെ റിവേഴ്സ് പോകുന്ന പോയിന്റ് ഏതൊക്കെ സിഗ്നൽ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്നുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സിമ്പിളാണ്. ഈ ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ സിഗ്നൽ, റെഡ് ആണ് സെൽ സിഗ്നൽ. അപ്പോൾ ഈ ലേറ്റസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ലേറ്റസ്റ്റ് സ്ട്രാറ്റജിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് 8 സ്ട്രാറ്റജികളുണ്ട്. ഇതിൻ്റെ എല്ലാം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ലൈവിൽ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷനായിട്ട് ഫ്രീ ലൈവ് ഡെമോ ഒക്കെ ആയി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫോറക്സ് മാത്രമല്ല എല്ലാ മാർക്കറ്റും ഇതേ സ്ട്രാറ്റജിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഫോറക്സിൻ്റെ ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രീൻ കളർ അപ്പാരോ വന്നിട്ടില്ല. ഇപ്പോൾ ഈ അപ്പാരോ വന്നിരിക്കുന്ന സമയവും ഡീറ്റെയിൽസും ആണ് വെള്ളം താഴെ കൊടുത്തിരിക്കുന്നത്. 3 ടാർഗറ്റ് അതിൻ്റെ സ്റ്റോപ്പ് ലോസും ഉണ്ട്. അപ്പോൾ ഈ ബൈ വന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാർ രണ്ടും ഒന്നിച്ചാണ്. അപ്പോൾ ഇവിടെ സിഗ്നൽ വന്ന സമയത്ത് ഇവിടെ ക്യാൻഡിൽ കളർ കുറച്ച് കയറിയിട്ട് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ താഴെ നോക്കും ഗ്രീൻ ആയിരുന്നില്ല. അപ്പോൾ ഗ്രീനുമായിട്ട് മാച്ച് ആയത് ഇവിടുന്നാണ്. അപ്പോൾ അവിടുന്ന് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും കയറി ഓപ്പൺ ആയത് കുറച്ച് ഇറങ്ങിയിട്ട് പിന്നെ എടുത്തേച്ചാൽ മതി. അപ്പോൾ ഈ ക്യാൻഡിൽ നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്താൽ മതി. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പിക്ക് ചെയ്ത 570 എന്നാണ് അപ്രോക്സിമേറ്റ്. 570 നേരെ കയറി. അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്താൽ നമുക്ക് 64 വരെ പോയിട്ടുണ്ട്. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്ന എക്സിറ്റ് ചെയ്യേണ്ട പോർഷൻ ഇപ്പോഴും ആയിട്ടില്ല. ഓക്കെ, അപ്പം എങ്ങനെ വന്നാലും ഒരു ചെറിയ പോയിന്റ്, ഒരു 5-6 പോയിന്റ് നമുക്ക് എന്തായാലും ഷുവറായിട്ട് ഈ ഒരു അപ് ട്രെൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്ന സെല്ലും അങ്ങനെയായിരുന്നു. സെല്ല് നമുക്ക് ഈ മോർണിംഗിൽ നമുക്ക് വന്ന സമയത്ത് നമുക്ക് കൺഫർമേഷൻ ഓക്കെ ആയിരുന്നു. കാരണം സിഗ്നൽ അവിടെ സെല്ല് വന്ന സമയത്ത് താഴെ ഓൾറെഡി റെഡ് വന്നിട്ടുണ്ട്. ക്യാൻഡിൽ കളർ റെഡ് ആയിട്ട് അവിടെ സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബ്രേക്ക് ചെയ്ത് ആ സപ്പോർട്ട് സ്ട്രോങ് സപ്പോർട്ടായിരുന്നു, കുറച്ചുകൂടെ വലിപ്പമുള്ള സപ്പോർട്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് അവിടെ നിന്ന് ധൈര്യമായിട്ട് നമുക്ക് 6.5 നിന്ന് എടുത്തത് നേരെ നമുക്ക് ഇറങ്ങി 5-6 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു 10 പോയിന്റ്സ് അപ്രോക്സിമേറ്റ് അടിച്ചിറങ്ങിയ പോർഷനാണ്. അവിടുന്ന് പിന്നെ തിരിച്ച് ബാക്ക് ട്രേഡ് കയറി. ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടുന്ന് ചെറുതായിട്ട് തിരിച്ച് കയറി. പക്ഷേ താഴെ റെഡായ സ്ഥിതിക്ക് നമുക്ക് സെല്ല് തിരിച്ചിറങ്ങുന്നൊരു മീനിങ് ഉണ്ട്. ഇവിടുന്ന് പിന്നെ സപ്പോർട്ട് എടുത്ത് ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് രണ്ടാമത്തെ എൻട്രി പിടിക്കാം. 590 പിന്നെ പിക്ക് ചെയ്ത പോർഷൻ നേരെ ഇവിടെ ഇറങ്ങിയത് 5-1 വരെ. ഓക്കെ, അപ്പം ഇതിൽ ഒരു 9 പോയിന്റ്സ് എല്ലാം പിന്നെയും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ബാക്ക് ട്രേഡ് പോയി പിന്നെ ഇവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് തിരിച്ച് രണ്ടാമതൊരു 5-3 ഇറങ്ങിയ പോർഷൻ പിന്നെ ഇറങ്ങി നമ്മൾ എക്സിറ്റ് അടിച്ച് ഇവിടുന്നാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ട്രേഡായിട്ട് 2-3 ട്രേഡായിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 പോയിന്റോളം എന്തായാലും പിടിക്കാനുള്ളൊരു പോർഷൻ 3 ട്രേഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4-7 വരെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു 5 പോയിന്റ്സോളം നമുക്ക് ഈ ഒരു ഡൗൺ ട്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം 3 ഇത് കണ്ടിന്യൂ ചെയ്ത് വെക്കണമെങ്കിൽ ചെയ്ത് വെക്കാം. പക്ഷേ ഇവിടുന്ന് ഇപ്പം ചെറുതായിട്ടൊരു അപ് ട്രെൻഡ് കയറാൻ ചാൻസ് ആണ്. നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്ത് പുതുതായിട്ട് തിരിച്ച് പിന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു കുറച്ച് കയറിയിട്ട് ചിലപ്പോൾ തിരിച്ചിറങ്ങുകയുള്ളൂ. അപ്പോൾ ആ ട്രെൻഡ് ലൈനിൻ്റെ മൊമെൻറ്റ് നമുക്ക് ആക്ച്വലി അപ്പ് ഡൗൺസ് മനസ്സിലാക്കാണ്ട് യൂസ് ചെയ്യും. ഇപ്പോൾ 2 ടാർഗറ്റ് അടിച്ചു, ചിലപ്പോൾ തിരിച്ചിറങ്ങി കുറച്ചിറങ്ങിയിട്ടേ തിരിച്ച് കയറുള്ളൂ. അപ്പം ഒരു ട്രേഡ് മിസ്സായെങ്കിൽ നെക്സ്റ്റ് ഒരു ബാക്ക് ട്രേഡ് നോക്കി നെക്സ്റ്റ് ട്രേഡ് പിടിക്കാം. അപ്പോൾ പുൾ ബാക്ക് എവിടെ നിന്നാണ് നമുക്ക് മാർക്കറ്റിൻ്റെ എത്ര കയറി എത്ര ഇറങ്ങി എന്നുള്ള പോർഷൻ ആ ട്രെൻഡ് ലൈൻ വയസ്സുള്ള മൊമെൻറ്റ് നമുക്ക് മനസ്സിലാക്കലും ഒരു ട്രേഡ് മിസ്സായാലും അടുത്ത ട്രേഡ് എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിക്കും. കാരണം ഇവിടെ ഒരു അപ് ട്രെൻഡ് ഇല്ലെന്ന് പറയുന്നുണ്ട്. കാരണം താഴെ റെഡാശിക തിരിച്ചിറങ്ങുന്നൊരു മീനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അപ്പോൾ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇവിടെ തിരിച്ച് കയറാൻ നേരത്തെ 1-2 ക്യാൻഡിൽ കഴിയുമ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്ത് വിട്ടേച്ച് തിരിച്ച് രണ്ടാമത് പിന്നെ ഇറങ്ങുമ്പോൾ എൻട്രി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ കയറി നിൽക്കുന്ന പോർഷൻ അങ്ങനെ തന്നെ. ഇപ്പോൾ ട്രെൻഡിലേ നോക്കി മാർക്കറ്റ് കുറച്ച് കയറിയിട്ടാണ് കൺഫേം ആവുന്നെങ്കിൽ അവിടെ നിന്ന് നമ്മളൊന്ന് കുറച്ച് തിരിച്ചിറങ്ങിയിട്ട് എടുക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എളുപ്പമാണ്. കാരണം പെട്ടെന്ന് കയറുന്ന പോർഷനാണ് ആ കൺഫർമേഷൻ കുറച്ച് വൈകുന്നത്. അപ്പോൾ ഓൾറെഡി കയറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പോർഷനിൽ ചെറുതായിട്ടും തിരിച്ചിറങ്ങിയിട്ട് പിടിക്കുക.
അത് ഏത് മാർക്കിലും ഈ സ്ട്രാറ്റജി വെച്ച് അപ്ലൈ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ബ്രേക്കൗട്ട് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. നമുക്ക് ഇപ്പോൾ ഈ സിഗ്നൽ വന്ന് ഇതും വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അപ്പോഴേ സപ്പോർട്ട് കട്ട് ചെയ്ത്, അതൊക്കെ സ്ട്രോങ് ബ്രേക്കൗട്ടാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ കുറച്ച് കയറിയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണം കൺഫർമേഷൻ നോക്കാതെ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് തിരിച്ചിറങ്ങിയിട്ട് പിടിക്കണം. ചിലപ്പോൾ ഒരു ഹൈക്ക് അടിച്ചിട്ട് തിരിച്ചിറങ്ങുകയും ചെയ്യും. അങ്ങനത്തെ പോർഷനിലാണ് അങ്ങനെ തരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫേക്ക് ആയിട്ടുള്ള കുറേ റിവേഴ്സൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ചെറിയ ഇതുപോലത്തെ ലോജിക് അപ്ലൈ ചെയ്താൽ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റിലോട് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ഏത് മാർക്കിലും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ സ്ട്രാറ്റജി. ഓക്കെ, താങ്ക് യു.